ഓക്കെ, നമ്മൾ ഇന്നത്തെ ടോപ്പിക് ഇലക്ട്രിക്കലാണ്. ഓക്കെ, ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയ കാരണം ഞാൻ കുറച്ച് ടേംസുകളൊക്കെ പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റുണ്ടോന്ന് നോക്കിയിട്ട്. ഇവിടെ നമുക്ക് ഹാള്, കിച്ചണ്, ലോബി എന്നിട്ട് ഒരു 3 റൂമുണ്ട്. ഓക്കെ, ഇതിലാണ് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഈ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് കുറച്ച് ക്രൈറ്റീരിയ അറിയണം. ക്ലിയർ ആയില്ലേ? ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോ ഓട്ടോകാഡില് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാണ് കേട്ടോ ഡീറ്റെയിൽ. നമുക്ക് ഓട്ടോകാഡില് ഇലക്ട്രിക്കൽ ഉണ്ട്, അത് ചെയ്തോ? അന്ന് കാണിച്ചു തന്നൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 റൂം ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇതൊരു ഞാൻ ഹാച്ച് ചെയ്ത് കാണിക്കാം, എന്നാലേ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഓക്കെ, സപ്പോസ് ഇതൊരു റൂമാണ്, ഇതൊരു ക്ലാസ് റൂം ആണെന്ന് വിചാരിക്കും. ഈ റെഡില് ഹാച്ച് ചെയ്തുള്ള ക്ലാസ് റൂമും ഇവിടെ ഒരു സിനിമ തിയേറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺഫറൻസ് ഹാൾ എന്നൊക്കെ വിചാരിക്കും. അപ്പൊ നമുക്ക് എന്താ ക്രൈറ്റീരിയ എന്ന് വിചാരിച്ചു കഴിഞ്ഞാലേ, നമുക്ക് ഇതില് രണ്ടിന്റെയും ലൈറ്റിന്റെ തീവ്രത സെയിം ആണോ? ഒരു സിനിമ തിയേറ്ററിൽ ഇരിക്കുന്ന ഒരാള് കാണുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണോ നമ്മളെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരാൾ കാണാം? അല്ലല്ലോ. അതെന്തുകൊണ്ടാ അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ? ലൈറ്റിന്റെ ഇന്റൻസിറ്റിയിൽ എന്തിനാ വ്യത്യാസം വരുത്തുന്നത്? കാണാനുള്ള കേപ്പബിലിറ്റിയും ഇതൊക്കെ അനുസരിച്ചിട്ടുള്ള ഓരോ സോണ് അല്ലാന്നുണ്ടെങ്കിൽ ഓരോ പ്ലേസിനനുസരിച്ച് ഡിഫറെന്റ് ഇലുമിനൻസ് ആണ് യൂണിറ്റ്, ഇലുമിനൻസ് ആണ് പാരാമീറ്റർ. മനസ്സിലായില്ലേ? അപ്പൊ ഡിഫറെന്റ് ആയിട്ട് ലൈറ്റിന്റെ ഇന്റൻസിറ്റി നമ്മൾ കൊടുക്കുന്നത് മെയിൻ പർപ്പസ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒക്കേഷൻ അനുസരിച്ചിട്ടാണ്. ക്ലിയർ അല്ലേ? ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ സിനിമ തിയേറ്ററിൽ നമുക്കറിയാം ഡിം ലൈറ്റ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിട്ട്, ലൈറ്റ് ഉണ്ടാവാൻ പാടില്ല, എന്നാലേ സ്ക്രീനിൽ നിന്ന് വരുന്ന ലൈറ്റും കാര്യങ്ങളും കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ, ഈ വാളിൽ മെറ്റീരിയൽ ആണോ ഉപയോഗിച്ചത്? ഇപ്പൊ റിഫ്ലക്റ്റീവ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് റിഫ്ലക്ഷൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? അതല്ല നമ്മളിവിടെ സിനിമ തിയേറ്ററിലത്തെ മാതിരി നമുക്ക് റഫ് ആയിട്ടുള്ള അക്വസ്റ്റിക് ഇൻസുലേഷൻ എന്നാ പറയാ അതിന്. ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടിട്ട് അക്വസ്റ്റിക് ഇൻസുലേഷൻ നമ്മ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും നമ്മളെ ഇലക്ട്രിക്കൽ ലൈറ്റിങ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വേണ്ടെന്നുണ്ടെങ്കിൽ റെവിറ്റില് വരുമ്പോ, നമുക്ക് ഓട്ടോകാഡിൽ വരുമ്പോ നമുക്ക് വേറെ സോഫ്റ്റ്വെയർ ഉണ്ട്, റിലക്സ് എന്ന് പറഞ്ഞിട്ട്. ലെക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ സിലബസിൽ അതില്ല. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ റെവിറ്റില് നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് അത് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? എത്ര ക്ലാസ് റൂമിൽ എത്ര ലെക്സ് ആണ്, അത് നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. ISO സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഗൂഗിളില് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഗൂഗിൾ ക്രോമിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ലെക്സ് ചാർട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ കാണിച്ചു തരും. ഇവിടെ ഇപ്പൊ നോക്കി ലിവിംഗ് റൂമിൽ എത്രത്തോളം വേണമെന്ന് 108ന്റെ 215ന്റെ ഇടയിൽ വരണം. മനസ്സിലായി? ബെഡ്റൂമില് നമുക്ക് 215ന്റെ 538ന്റെ ഇടയിൽ വരണം. അങ്ങനെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഇപ്പൊ ഏരിയക്ക് അനുസരിച്ചിട്ടൊക്കെ ഇത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് അഡീഷണൽ സോഫ്റ്റ്വെയറിന്റെ സഹായം തേടേണ്ടി വരും. അതിൽ നമ്മൾ ലൈറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്കിപ്പോ പ്രൊഫഷണൽസ് ഒക്കെ എന്താ ചെയ്യുന്ന വെച്ചാല് അത് ടൈം കൺസ്യൂമിങ് ആണ്. വേറൊരു സോഫ്റ്റ്വെയർ പ്ലാൻ ഇമ്പോർട്ട് ചെയ്ത് അതിൽ ചെയ്യാൻ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ നമുക്ക് അതിനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓൺലൈനിൽ തന്നെ നമുക്ക് ഏരിയ കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിട്ട് ഒമിനി കാൽക്കുലേറ്റർ എന്നൊരു കാൽക്കുലേറ്റർ ഉണ്ട്. എന്താ ഇതൊക്കെ അഡീഷണൽ ആണ് നമ്മളെ സിലബസിലൊന്നും ഇല്ല. സിലബസിൽ ജസ്റ്റ് ആ പാരാമീറ്റർ കൊടുക്കാൻ വേണ്ടിട്ടാ. അപ്പൊ ഒമിനി കാൽക്കുലേറ്റർ എടുത്തിട്ട് ജസ്റ്റ് ലൈറ്റിംഗ് കാൽക്കുലേറ്റർ എന്നൊന്ന് സെർച്ച് ചെയ്യാട്ടോ. അതിന്റെ മുകളില് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് വരും. ഒമിനി കാൽക്കുലേറ്റർ എടുക്കാം, ലൈറ്റിംഗ് കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും.
അപ്പൊ ഇവിടെ ലൈറ്റ് ടൈപ്പ് ചോദിക്കും, എന്താണ് ഇത്, ഇപ്പൊ ബെഡ്റൂം ആണോ, ലിവിങ് സ്പേസ് ആണോ, ഡൈനിങ് ആണോ, കിച്ചൺ ആണോ, എന്താണ് നമ്മളെ പർപ്പസ്. ഇപ്പൊ ഞാൻ കിച്ചൺ കൊടുത്തു. അപ്പൊ കിച്ചന്റെ നമുക്ക് കണ്ട റിക്കേർഡ് ഇലുമിനൻസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് വേണം, കിച്ചന്റെ ലെങ്ത്തും വിട്ടും നമുക്ക് അറിയാം, അറിഞ്ഞിരിക്കണം, ഏരിയ നമുക്ക് അറിയാം. ഇവിടെ ഈ കേസ് നമുക്ക് എങ്ങനെ ഏരിയ കാണാം, 38 മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് അവിടെ ഏരിയ വരുന്നത്. ലെങ്ത്തും വിട്ടും അറിയാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അധികം കൊടുക്കുക, ഏരിയ ആണ് അറിയാന്നുണ്ടെങ്കിൽ അവിടെ 38 അടിച്ചു കൊടുക്കുക. മനസ്സിലായില്ല? അപ്പൊ റിക്വേർഡ് ലൂമൻ കിട്ടും നമുക്ക്. അപ്പൊ അവിടെ എത്ര ബൾബ് വേണമെന്ന് നമുക്കിവിടെ കാണിച്ചു തരും. 26 ബൾബ് വരണം. മനസ്സിലായോ? അത് നമ്മളെ ഇലുമിനൻസിനനുസരിച്ചിട്ടാണ്. ഈ ലക്സ് നമുക്ക് എത്ര ലക്സ്, അതിന്റെ കിലോ ലക്സ്, മില്ലി ലക്സ് അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ലെങ്ത്തും വിഡ്ത്തും കൊടുക്കാം, ഏരിയ കൊടുക്കാം, നമ്മളെ ലൂമൻ എത്ര വേണമെന്ന് കൊടുക്കാം. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എത്ര ബൾബ് വേണം. അപ്പൊ 26 ബൾബ് വെച്ചാലേ നമുക്ക് ഒരു എത്ര ലക്സിന്റെ 500 ലക്സിന്റെ 26 ബൾബ് വെക്കണം ആ റൂമില്. എന്നാ മാത്രമാണ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനത്തെ സഹായങ്ങൾ തേടാട്ടോ. അഡീഷണൽ ആയിട്ട് ഞാനിത് പറഞ്ഞു തന്നു. നമുക്ക് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലക്സ് വാല്യൂ നമ്മൾ ഗൂഗിളിലോ അല്ലാതെ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തിയിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കലാണ്. അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി എക്സ്ട്രാ പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് വേണം, ഓരോ റൂമിന് ലക്സ് അസൈൻ. അപ്പൊ ഇവിടെ ഞാനിവിടെ ഹാളിന്റെ സ്പേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞതിന്റെ അണ്ടറിൽ നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ലക്സ് ഇല്ല. ആവറേജ് എസ്റ്റിമേറ്റഡ് ഇലുമിനൻസ് ഉണ്ട്, ലക്സ് ഉണ്ട്. അതാണ് ഒരു നമ്മ കൊടുക്കുന്ന അത് നമ്മ ഡിഫ്യൂസറിന് ആക്ച്വൽ കൊടുത്തില്ല, അതുപോലെ തന്നെയാണ് ഇവിടെ ആവറേജ്. നമുക്ക് ആവറേജ് കൊടുക്കാനുള്ള കാരണം നമുക്ക് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല ഒരു ബൾബിന്റെ ഇലുമിനൻസ് ഇന്റൻസിറ്റി. അതുകൊണ്ടാണ് ആവറേജ് കൊടുക്കുന്നത്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാരാമീറ്റർ ക്രിയേഷൻ ആണ്. ഇപ്പൊ ഈ പാരാമീറ്റർ ക്രിയേഷൻ എല്ലാത്തിലും സെയിം തന്നെയാണ് കേട്ടോ. ഏതിൽ വേണമെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് പഠിച്ചു വെച്ചാൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടി മാനേജർ വന്നു കഴിഞ്ഞാൽ പ്രോജക്ട് പാരാമീറ്റർ ഉണ്ടാവും. സിമ്പിൾ ശ്രദ്ധിക്കുക കേട്ടോ. പ്രോജക്ട് പാരാമീറ്ററിന്റെ പാരാമീറ്റർ എടുക്കും, നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ പേര് കൊടുക്കാം, കാൽക്കുലേറ്റഡ് ഇലുമിനൻസ് എന്നിട്ട് ലക്സ് എന്ന് കൊടുക്കരുത്, ഇലുമിനൻസ് തന്നെ കൊടുത്തോളൂ. ലക്സ് എന്ന് പറഞ്ഞ ഇലുമിനൻസിന്റെ യൂണിറ്റ് ആണ്. ഏതാ ഡിസിപ്ലിൻ നമ്മളുടെ? ഇലക്ട്രിക്കൽ കേട്ടാ. ഏതാ ടൈപ്പ് ഓഫ് പാരാമീറ്റർ? ഇലുമിനൻസ്. ഗ്രൂപ്പ് അണ്ടർ പാരാമീറ്റർ എന്ന് പറഞ്ഞത് ഏതിന്റെ അടിയിലാണ് വരേണ്ടത്? നമുക്ക് ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് നല്ല സ്പേസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ടൈപ്പും ഉണ്ട്, നമുക്ക് ഇൻസ്റ്റൻസും ഉണ്ട്. മനസ്സിലായില്ലേ? ടൈപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണത്തിന് മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? മാത്രമേ നമുക്ക് ആ ഇലുമിനൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് പറഞ്ഞത് ഇൻസ്റ്റൻസിലാണ് ഇടേണ്ടത്. ഒരെണ്ണത്തിന് ചേഞ്ച് ആക്കുമ്പോ ആ റൂമിൽ ചേഞ്ച് വരണം. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ 5 ബൾബ് നമ്മ ഒരു റൂമിൽ വെച്ചു, അവിടെ 500 ലക്സ് ആണ് ഓരോ ബൾബിനും വേണ്ടത്. അപ്പൊ നമ്മ ഒരെണ്ണത്തിന് ചേഞ്ച് ആക്കിയാൽ മതി. ഈ 500 ലക്സ് എന്നുള്ളത് എല്ലാത്തിനും ചേഞ്ച് വരും ആ റൂമിൽ ഇരിക്കുന്നത്. പക്ഷെ ഇൻസ്റ്റന്റ് കൊടുത്തിട്ട് വാല്യൂസ് ആർ അലൈൻഡ് ബൈ ഗ്രൂപ്പ് ടൈപ്പ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു റൂമിലത്തെ മാത്രമല്ല അപ്പുറത്തെ റൂമിലത്തെ കൂടി ചേഞ്ച് വരും. പറഞ്ഞ മനസ്സിലായില്ലേ? ഗ്രൂപ്പ് ഇൻസ്റ്റൻസ് കൊടുക്കണം, എന്നാ മാത്രമാണ് നമ്മ വെക്കുന്ന റൂമിൽ ബാക്കി അപ്പുറത്തെ റൂമിന് എഫക്ട് കൊടുക്കണം. അപ്പൊ ഞാൻ തൽക്കാലം ഇതാണ് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇത് നമ്മളിവിടെ ഫിൽട്ടർ ലിസ്റ്റ് ഇലക്ട്രിക്കൽ ആക്കാം. ഇവിടെ നമ്മ സ്പേസിനാണ് അസൈൻ ചെയ്യേണ്ടത്. അപ്പൊ സ്പേസ് സെലക്ട് ചെയ്ത് കൊടുക്കാടാ. ഇത്രയും ചെയ്ത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ ലൈറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പേസ് ടാഗ് ഇതിൽ വെക്കാത്ത കാരണം നമുക്ക് സ്പേസ് ടാഗ് സെപ്പറേറ്റ് എടുത്ത് വെക്കാടാ. ആള് കിച്ചൺ ലോബി. അപ്പൊ എന്താ ഗുണമെന്ന് വെച്ചാല് നമ്മ ഇവിടെ ഈ സ്പേസിനെ സെലക്ട് ചെയ്യുമ്പോ നമുക്ക് ഇവിടെ ഒരു ടേം കൂടി വന്നു, കാൽക്കുലേറ്റഡ് ഇലുമിനൻസ് ഇലക്ട്രിക്കൽ ലൈറ്റിങ്ങിന്റെ അണ്ടറിൽ. മനസ്സിലായോ?
അപ്പൊ നമുക്കൊരു 50 റൂം ഉണ്ടെന്ന് വിചാരിക്കും. ഈ 50 റൂമിന് നമുക്ക് ഇങ്ങനെ ഇവിടെ സ്പേസ് സെലക്ട് ചെയ്ത് അടിച്ചു കൊടുക്കാൻ നല്ല ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് എറർ വരും, ഹ്യൂമൻ എറർ വരാൻ ചാൻസ് കൂടുതലാണ്. മനസ്സിലായില്ലേ? നമ്മളുടെ അശ്രദ്ധ മൂലം എറർ വരാന് വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മ ഷെഡ്യൂൾ കീ ക്രിയേറ്റ് ചെയ്യും. ഇതിപ്പോ ഡയറക്റ്റ് നമുക്ക് അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എപ്പോ വേണമെങ്കിൽ ചേഞ്ച് വരുത്താം. നമുക്ക് അടിച്ചു കൊടുക്കണത് നമുക്ക് ഡിഫിക്കൽട്ട് ആണ്. ഒരു 50 റൂമിന് ലെക്സ് അസൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് ഇമ്പോസിബിൾ ആണ്. ടൈപ്പ് ചെയ്യാം, പക്ഷെ നമ്മളിങ്ങനെ എല്ലാ ഷീറ്റും നോക്കി വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ നമ്മൾ ഷെഡ്യൂൾ കീ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഈ ഷെഡ്യൂൾ കീയുടെ അകത്താണ് നമ്മ എല്ലാ കാര്യങ്ങളും ഓരോ റൂമിന്റെ ലെക്സ് ചാർട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഷെഡ്യൂൾ ആൻഡ് ക്വാണ്ടിറ്റീസ് എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇലക്ട്രിക്കലിൽ ഇവിടെ സ്പേസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇലുമിനൻസ് ചാർട്ട് അല്ലാന്നുണ്ടെങ്കിൽ ലെക്സ് ചാർട്ട് എന്ന പേര് കൊടുക്കാം. മനസ്സിലായോ? ലെക്സ് ചാർട്ട് എന്ന് പേര് കൊടുത്തു. എന്നിട്ട് നമ്മ ഷെഡ്യൂൾ കീസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഇത്ര നാളെ നമ്മൾ ചെയ്തിരുന്ന ഷെഡ്യൂൾ ബിൽഡിംഗ് നമ്മ ഷെഡ്യൂൾ കീസ് കൊടുത്തിട്ട് ഈ ഒരു കീ നെയിമിന് ഇമ്പോർട്ടന്റ് ഉണ്ട് കേട്ടാ. റൂം ഓഫ് ലെക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇലുമിനൻസ് പേര് കൊടുക്കുക. ഓക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഈ കീ നെയിം മാത്രം നമ്മ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാരാമീറ്ററുകൾ ഉണ്ടാവും. കാൽക്കുലേറ്റഡ് ഇലുമിനൻസ് കണ്ടാവും. ഇത് നമുക്ക് ആദ്യമേ തന്നെ മാനേജ് കൊടുത്ത് ചെയ്യണമെന്നില്ല. ഇതില് ഡയറക്റ്റ് ഇവിടെ കണ്ട ന്യൂ പാരാമീറ്റർ നമ്മ അവിടെ എന്താണ് ചെയ്ത് കൊടുത്തത് അത് ഇവിടെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയോ? ഈ കാൽക്കുലേറ്റഡ് ഇലുമിനൻസ് ഈ കീ നെയിമിന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്ത് ഓക്കെ പറഞ്ഞു. ആ 2 സ്റ്റെപ്പ് മാത്രമല്ലോ. എന്നിട്ട് നമ്മ എന്ത് ചെയ്യാം, ഇവിടെ ഇൻസെർട്ട് ഡാറ്റ റോ പറയാം. ഒരു 3 റൂമാണ് നമുക്ക് ഉള്ളത്. അപ്പൊ ആ 3 റൂമിന്റെ പേര് കീ നെയിമിൽ കൊടുക്കാം. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. നമുക്കിവിടെ ഫസ്റ്റത്താണ് ഹാള്. എൻ്റർ അടിക്കാം. കിച്ചൺ. നമ്മ ബെഡ്റൂം ആണ് കൊടുത്തെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അടിച്ചു കൊടുക്കാം. അപ്പൊ കിച്ചൺ ബെഡ്റൂമും കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ ലെക്സ് നമ്മ ഗൂഗിളിന്റെ സഹായത്തോടെ നമ്മ നോക്കാം. ഹാളിൽ ഞാനൊരു 120 കൊടുക്കുന്നുണ്ട്. കിച്ചണില് ഞാനൊരു 530 കൊടുക്കുന്നുണ്ട്. കിച്ചണിലല്ല, ബെഡ്റൂമില്. കിച്ചണില് ഞാനൊരു 150 കൊടുക്കുന്നുണ്ട്. ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ. എന്നിട്ട് ഇതെന്ത് ചെയ്യാം, നമ്മ ക്ലോസ് ചെയ്യാം. ഓക്കെ. അത് നമുക്ക് ഇവിടെ അടിയിലുണ്ടാവും കേട്ടോ. നമ്മളെ ക്രിയേറ്റ് ചെയ്ത ചാർട്ടിൽ ക്വാണ്ടിറ്റീസിലുണ്ടാവും. എന്നിട്ട് നമുക്ക് ആളിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ റൂം ഓഫ് ലെക്സ് എന്നിട്ട് എടുക്കുന്നുണ്ടാവും. നമ്മ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ ഉണ്ടാവും. അത് നമുക്ക് റൂം ഓഫ് ലെക്സ് ഹാളല്ലേ. അപ്പൊ ഹാളിന് മനസ്സിലായ ഐഡന്റിഫൈ ഡാറ്റയില്. അപ്പൊ ഹാളിനെ നോക്കി നമ്മ തിരിഞ്ഞു പോലും നോക്കണ്ടാന്ന്. ഇവിടെ നമുക്ക് ഇവിടെ ഫിക്സ് ആയിട്ട് അവിടെ വാല്യൂ ഉണ്ടാവും. ഇനിയിപ്പൊ ഇവിടെ അടിയിൽ വന്നിട്ട് ഇത് സെലക്ട് ചെയ്യാം. നമ്മ ഇവിടെ റൂം കിച്ചൺ കൊടുക്കാം. ലോബി സെലക്ട് ചെയ്യാം. ലോബിക്ക് വരാൻ ബെഡ്റൂം നാട്ടോ കൊടുത്തത്. അതൊന്ന് നോക്കിക്കോ. ബെഡ്റൂം സെലക്ട് ചെയ്തു. അപ്പൊ നമുക്ക് എല്ലാവരും ഫിക്സ് ആയി. കണ്ട, നമ്മൾ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മ ഇങ്ങനെ ചാർട്ട് ഇപ്പൊ സപ്പോസ് ഞാൻ 120 ആണ് കൊടുത്തതെന്ന് അടുത്താണെങ്കിലാണ് കറക്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് വന്നെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മ ഷെഡ്യൂൾ ആൻഡ് ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കണം അലക്സിന്റെ ഇതിന് വേണ്ടിട്ട്. ഇവിടെ ഇവിടെ നമുക്ക് ഇലുമിനൻസ് ഷെഡ്യൂളിന് എഴുതിക്കോളൂ. ഷെഡ്യൂളിന് എന്ത് വേണമെങ്കിലും പറയാം. ഇലുമിനൻസ് ഷെഡ്യൂൾ എഴുതി നമ്മ ഇവിടെ ഷെഡ്യൂൾ ബിൽഡിംഗ് കമ്പോണന്റ് ആണ് കൊടുക്കുന്നത്. നമ്മ എന്ത് ചെയ്യാം, നമ്മ നമ്പർ നെയിം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കാൽക്കുലേറ്റഡ് ആണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ബൾബിന്റെ ഞാൻ പറഞ്ഞു ആവറേജ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആക്ച്വൽ ആയിട്ട് കിട്ടില്ല. അപ്പൊ ആവറേജ് എസ്റ്റിമേറ്റഡ് ഇലുമിനൻസ് ആഡ് ചെയ്തു.
നീ ഇവ തമ്മിലുള്ള ഡിഫറൻസ് കാണണം. അതിന് വേണ്ടിട്ട് ഡെൽറ്റ കൊടുക്കട്ടോ. എഫ്എക്സ് അപ്പൊ ഡിഫറൻസ് അല്ലാതെ ഡെൽറ്റ എക്സ് എന്നൊക്കെ ഡെൽറ്റ കൊടുക്കട്ടോ. ഇവിടെ ഡിസിപ്ലിൻ ഇലക്ട്രിക്കൽ കൊടുക്കുക, ഇവിടെ ഇലുമിനൻസ് കൊടുക്കുക. ഫോർമുല എന്താ? കാൽക്കുലേറ്റഡ് മൈനസ് ആക്ച്വൽ ആവറേജ് എസ്റ്റിമേറ്റഡ് ഇലുമിനൻസ്. ഇതിന്റെ തിയറി അറിയില്ലേ? അതായത് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ നമ്മ കൊടുക്കുന്നത്. ഒരു ബൾബിന്റെ എന്ന് പറയുന്നത് ആവറേജ് എസ്റ്റിമേറ്റഡ് ഇലുമിനൻസ് ആണ്. ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ബൾബിന് ആവറേജ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആക്ച്വൽ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കിച്ചണിൽ ഞാൻ 500 കൊടുത്തിട്ടുള്ളത്. 2 ബൾബ് വെക്കുമ്പോ ഓരോ 150 ലക്സ് വീതം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? എന്നാൽ മാത്രമാണ് ടോട്ടല് നമ്മ കാൽക്കുലേഷൻ കൊടുത്തത് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ കണ്ടീഷനില് നമുക്ക് അവ തമ്മിലുള്ള ഡിഫറൻസ് 0 ആവണം. കാൽക്കുലേറ്റ് ചെയ്ത് ആവറേജ് നമുക്ക് ഈ കേസിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് 0 ആവില്ല, കാരണം ആവറേജ് ആണ്. നമുക്ക് ഡിഫറൻസ് ഉണ്ടാവും. എന്തായാലും 0 ആയിക്കാൻ അത്ര നല്ലത്. ഇപ്പൊ ഒരു 2 കൂടിയാലും 2 ലക്സ് കുറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള ഒരു കണ്ടീഷൻ കൂടി നമുക്ക് കൊടുക്കണം. മനസ്സിലായോ? ഇത് ഓക്കെ പറഞ്ഞിട്ട് നമ്മ ഫോർമാറ്റിംഗിൽ വരാം. ഇത് സെലക്ട് ചെയ്യാം. കണ്ടീഷൻ ഫോർമാറ്റ് ഇവിടെ ഉണ്ടാവും. അതിൽ വന്നിട്ട് ബിറ്റ്വീൻ ആക്കാട്ടോ. ഡിഫറൻസ് നമുക്ക് ഞാൻ 5 കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോ 5 കുറഞ്ഞ കൊടുത്തോടാ. 2 കൊടുക്കട്ടോ. നമ്മ ഇവിടെ റെഡ് സെലക്ട് ചെയ്ത് ഓക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് കണ്ട നമ്മ ബൾബ് വെച്ച് കഴിഞ്ഞാല് ഇതിനോട് ഈക്വൽ ആക്കണം നമ്മൾ ആവറേജ്. അപ്പൊ എന്താ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അറിയാലോ. ഇനി വ്യൂവില് ടൈൽ വിൻഡോ ഓൺ ആക്കാം. ടൈൽ വിൻഡോ ഓൺ ആക്കി കഴിഞ്ഞാല് നമുക്ക് സീലിംഗ് ആണ് വേണ്ടത്. ബാക്കിയുള്ള ക്ലോസ് ചെയ്യാം. നമ്മ ഇലക്ട്രിക്കലില് സീലിംഗ് എടുത്തു. ബാക്കിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ട് ടൈൽ വിൻഡോ വീണ്ടും ഓൺ ആക്കാം കേട്ടോ. നമുക്ക് ആ ഇലുമിനൻസ് ഷെഡ്യൂൾ ആണ് വേണ്ടത്, അത് എടുക്കാം. ബാക്കി ക്ലോസ് ചെയ്യാം. ടൈൽ വിൻഡോ ഒന്നും കൂടി ഒന്ന് ഓൺ ആക്കി കൊടുത്താൽ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ അല്ലേ? ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പേസ് ടാഗ് ഇതിൽ കൊണ്ടുപോയി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഹാളിനെ സെലക്ട് ചെയ്യാം. ലോബിനെ സെലക്ട് ചെയ്ത് നമുക്ക് ഏതാന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ഹാളിൽ 120 ലക്സ് ആണ്. അപ്പൊ ഹാളിന് സെലക്ട് ചെയ്ത് 120 ലക്സ് എത്തിക്കണം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിട്ട് സിസ്റ്റത്തില് നമുക്ക് ലൈറ്റിംഗ് ഫിക്സർ ഉണ്ട്. അപ്പൊ ഈ ലൈറ്റിംഗ് ഫിക്സർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വോൾട്ടേജ് ഏതാണ്? നമ്മളെ വീട്ടിലൊക്കെ വരുന്നത് 230 സിംഗിൾ. ഇവിടെ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് 120 ഉണ്ടാവുള്ളൂ. അപ്പൊ എഡിറ്റ് ടൈപ്പിലായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട്. എത്ര കൊടുക്കണ്ടേ? 230 വാൾട്ട് ട്യൂബ് ലൈറ്റ്. ഇങ്ങനെ പേര് കൊടുക്കണം. മനസ്സിലായില്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. ട്യൂബ് ലൈറ്റ് അങ്ങനെ ഓക്കെ കൊടുത്തിട്ട് ഇവിടെ നമ്മള് വാല്യൂ 230. മനസ്സിലായോ? ലോഡ് എത്ര വാട്ടേജിന്റെ ആണ്? 64 വാട്ടേജിന്റെ ബൾബാണ് ഞാൻ വെക്കുന്നത്. ഓക്കെ. നമ്മൾ അത് തന്നെ വെച്ച് നോക്കണം ആദ്യം തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ എത്ര വോൾട്ടേജ് തരണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം കേട്ടോ. വോൾട്ടേജ് അല്ല, വോൾട്ടേജ് ഫിക്സഡ് ആയിരിക്കും 230 ആയിരിക്കും. എന്നിട്ട് ഓക്കെ പറയാം. ഇപ്പൊ ലോഡ് ഫാമിലിയിൽ നമുക്ക് വേറെ ലൈറ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. സീലിംഗ് ലൈറ്റ് റൗണ്ട് ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവും. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലോഡ് ഫാമിലിയിൽ സീലിംഗ് ലൈറ്റ്. ഇനി നമ്മ സീലിംഗിലാണ് വെക്കുന്നത് അല്ലേ? അപ്പൊ പ്ലേസ് ഓൺ ഫേസ് പറഞ്ഞിട്ട് ഹൈറ്റ് കൊടുക്കാണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. 1 2 3 4. അപ്പൊ 4 വെച്ചപ്പോ നമുക്ക് 213 കണ്ട. 64 വോൾട്ടിന്റെ 4 വെച്ചപ്പോ 213 ലക്സ് ആയി. കുറയ്ക്കണം. കണ്ട. ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എഡിറ്റ് ടൈപ്പിൽ വരാം. ഇതിന്റെ എഡിറ്റ് ടൈപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വാട്ടേജ് ഞാൻ കുറയ്ക്കുന്നില്ല. വാട്ടേജ് 64 വേണമെന്ന് കമ്പനി പറഞ്ഞു എന്ന് വിചാരിക്കും. വാട്ടേജ് നമുക്ക് കുറച്ച് കൊടുക്കുന്നില്ല. വാട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടത്തിന് കൊടുക്കരുത്. മനസ്സിലായില്ലേ? നമ്മൾക്ക് ഒരു കമ്പനി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണ കമ്പനി ഇല്ലാത്ത നമ്മള് മാർക്കറ്റിന്റെ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. ഇപ്പൊ നമുക്ക് 9 വാട്ട് 12 വാട്ട് അങ്ങനെ കുറച്ച് ലെവലിൽ കിട്ടും. നമുക്ക് 12.52 വാട്ടേജിലൊന്നും ബൾബ് കിട്ടില്ല. അത് നമ്മള് സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആയിരിക്കണം. എന്നാലാണ് നമുക്ക് ബാലാസ്റ്റ് വോൾട്ടേജ് ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇവിടെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇനീഷ്യൽ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇവിടെ ഇലുമിനൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ.
ഇപ്പൊ ഇതില് 48 എന്നുള്ളത് ഞാനൊരു കുറച്ച് കൊടുക്കാന്ന് വിചാരിക്കാം. നമ്മ സ്പ്ലിറ്റ് ചെയ്ത് 120 4 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 വരാം. അപ്പൊ ഈ 30 ഒരിക്കലും നമ്മ ഇലുമിനൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ വാട്ടേജ് കണ്ട നമ്മ പ്രഡിക്റ്റ് ചെയ്യാത്ത ഇതിക്ക് പോകും. മനസ്സിലായോ പറഞ്ഞേ? അതായത് നമ്മ ഇലുമിനൻസ് 30 കൊടുത്തു കഴിഞ്ഞാല് വാട്ടേജ് നമ്മ പ്രഡിക്റ്റ് ചെയ്യാതെ പോകും. അപ്പൊ വാട്ടേജ് അവിടെ ഫിക്സ് ആയിരിക്കണം. ഇലുമിനൻസ് വാട്ടേജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏതിലെങ്കിലും ഒന്ന് ചേഞ്ച് വന്നു കഴിഞ്ഞാല് രണ്ടിലും ഡിഫറെന്റ് വരും. ഇലുമിനൻസ് കൂടി കഴിഞ്ഞാൽ വാട്ടേജ് കൂടും, വാട്ടേജ് കൂടി കഴിഞ്ഞാൽ ഇലുമിനൻസ് കൂടും. അപ്പൊ നമ്മ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിന്റെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ, ബ്രൈറ്റ്നെസ്. മനസ്സിലായില്ലേ? അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ 64 വാട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഇനീഷ്യൽ ലൈറ്റ് ലോസ് ഫാക്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വന്നു കഴിഞ്ഞാല് അഡ്വാൻസിൽ ഒന്നും ചെയ്യണ്ട കേട്ടോ, നമുക്ക് സിമ്പിളിൽ വരാം. സിമ്പിളിൽ വന്നിട്ട് ഞാൻ 0.88 എന്നുള്ളത് ഒന്ന് കുറച്ചു. ഓക്കെ, അപ്ലൈ പറഞ്ഞു കണ്ട. അപ്പൊ നമുക്ക് 155 ആയി. വാട്ടേജ് ചേഞ്ച് ആയ പറഞ്ഞ മനസ്സിലായോ? നീ എന്ത് ചെയ്യാ, കുറച്ചും കൂടെ ഓക്കെ അപ്ലൈ പറയാം. അപ്പൊ നമുക്ക് കണ്ട 121 ലക്സ് കൂടുതലാ. അതിലാകുമ്പോ നിർത്തരുത്. ഒന്നും കൂടി 0.4 കൊടുത്ത് നമുക്ക് 0 കിട്ടുന്നുണ്ടോ നോക്കണം. ഇല്ലാത്ത പക്ഷെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് എടുക്കാൻ. മനസ്സിലായോ? 0.5 കൊടുത്തു അപ്ലൈ. ഓക്കെ, അപ്പൊ നമുക്ക് അതിങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് ഒരു വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാം, ബാക്കിക്കും കൊടുക്കണം. ഏറ്റവും ചെറിയ വാല്യൂ ആണ് എടുക്കാൻ വേണ്ടിട്ട്. മനസ്സിലായോ? അപ്പൊ എല്ലാ ബൾബിന്റെ നമ്മ ഇൻസ്റ്റൻസ് കൊടുത്താൽ എല്ലാ ബൾബിന്റെ ആ റൂമിലത്തെ നമുക്ക് ചേഞ്ച് ചെയ്ത് കിട്ടി. കണ്ട കൺഫ്യൂഷൻ ഉണ്ടോ ഇത്? നെക്സ്റ്റ് റൂമിൽ വരുമ്പോ കിച്ചൺ ആണ്. അപ്പൊ ഈ കിച്ചണിന്റെ പ്രത്യേകത വെച്ചാല് നമ്മ ഗ്രൂപ്പ് ഇൻസ്റ്റൻസ് ആണ് കൊടുത്തത്. അപ്പൊ നമ്മ ഇതില് ചേഞ്ച് വരുത്തണത് ഈ എല്ലാ ബൾബിലും ചേഞ്ച് വരും. ഞാൻ ആ ഓപ്ഷനിൽ കാണിച്ചു തന്നല്ലോ. അപ്പൊ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മ ഇതിൽ എഡിറ്റ് ടൈപ്പിൽ വന്നിട്ട് ഇവിടെ ചേഞ്ച് ചെയ്തെന്ന് വിചാരിക്കും. 0.5 എന്നാണ് കിടക്കുന്നത്. ഇതില് ചേഞ്ച് പറഞ്ഞ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് നമ്മ മുമ്പ് വെച്ച ബൾബിലും ചേഞ്ച് വരും. എന്തുകൊണ്ടാ വരുന്നത് മനസ്സിലായില്ല? നമ്മ പാരാമീറ്റർ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മ ഇതിനെ സെലക്ട് നമ്മ ബൾബ് വെക്കുന്നതിന് മുമ്പ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അപ്പൊ നമ്മ ഇതിന്റെ ടൈപ്പിൽ വേറെ പേര് കൊടുക്കുക. മനസ്സിലായില്ലേ? ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കിച്ചൺ ലൈറ്റ് 230 വോൾട്ട് ട്യൂബ് ലൈറ്റ് എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, ഓക്കെ പറയാ. പ്ലേസ് ഓൺ ഫേസ് പറഞ്ഞിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതില് നമ്മ ചേഞ്ച് ചെയ്യാട്ടാ. ഓക്കെ, ക്ലിയർ ആയില്ലേ? എന്നിട്ട് എന്ത് ചെയ്യാ, ഇതിന്റെ വാട്ടേജ് 4 എത്രയാണ് വെക്കണെന്ന് വെച്ചാല് ചെയ്യാട്ടാ. ഇനി ഇതിന്റെ അറേഞ്ച്മെന്റ് അറിയില്ലേ? അറേഞ്ച്മെന്റ് മറ്റേ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാട്ടാ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഞാൻ ഇന്ന് എടുക്കുന്നത് ഫസ്റ്റ് ക്ലാസ്സിൽ. നാളത്തോടു കൂടി നമുക്ക് ഇലക്ട്രിക്കൽ ഏകദേശം നോക്കാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കിട്ടാ. ആ പ്ലംബിംഗ് ഒക്കെ ഫിനിഷ് ചെയ്തോളൂട്ടാ.